നമ്മുടെ പരപ്പനങ്ങാടി സ്വദേശി സക്കരിയ അടക്കമുള്ള ഉസ്താദ് മഅദനി അടക്കമുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെട്ട കുറ്റാരോപിതരായ ബാംഗ്ലൂർ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കിനോട് സംസാരിക്കണം എന്ന് തോന്നിയതിനാലാണ് ഇങ്ങനെ ഒരു ലൈവിൽ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ മാനസികമായി ഇങ്ങനൊരു ലൈവ് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. കാരണം കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സുകളിലേക്ക് വരുന്നുണ്ട്. കുറേ ആളുകളുടെ മുഖങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അവരുടെ പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങൾ. ഇപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു കൂൾ ഓഫ് മൈൻഡിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ടൈമല്ല. എങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് ചില വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ലൈവ് വരണമെന്ന് തീരുമാനിച്ചത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 2008 ജൂലൈ 24 ബാംഗ്ലൂരിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ജനിക്കുന്നത്. അതിനുശേഷം 2010 മലയാളികളടങ്ങുന്ന ഈ ഒരു വലിയൊരു വിഭാഗം 31 പ്രതികളാണുള്ളത്. വലിയൊരു വിഭാഗം ആളുകൾ ഇതിൻ്റെ പ്രതി ചേർക്കപ്പെടുന്നു. ഇപ്പോഴും നീണ്ട 17 വർഷക്കാലം അവർ ജയിലറകളിൽ ഉള്ളിലാണുള്ളത്. വ്യത്യസ്തങ്ങളായ നിയമ പോരാട്ടങ്ങൾ സാക്ഷ്യം വഹിച്ച 17 വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. ഏറ്റവും അവസാനം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ എവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് വിചാരണ തടവുകാരനായിരിക്കെ തന്നെ നമ്മുടെ ഈ കേസിൽ 29ാമത്തെ പ്രതി കൊടകിലെ നമ്മുടെ അബ്ദുൽ ഖാദർ സാഹിബ് ജയിലിൽ വെച്ച് മരണമടഞ്ഞു. അദ്ദേഹം അടക്കമുള്ള ആളുകൾക്ക് ആ കഴിഞ്ഞ 17 വർഷത്ത് ഒരു തവണ പോലും ജാമ്യത്തിൽ വരാൻ കഴിയാത്ത ആളുകളുണ്ട്. അദ്ദേഹം അടക്കമുള്ള കുറച്ച് ആളുകൾ 1-2 തവണ, പരമാവധി 1-2 തവണയൊക്കെ പുറത്ത് വരാൻ കഴിഞ്ഞ ആളുകളുണ്ട്. അതിത്തരം UAP കേസുകളുടെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് വിചാരണ തന്നെ ഒരു ശിക്ഷയായി, അവർക്ക് മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയാതെ തന്നെ അവരൊരു ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം നിയമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ഒരു ജീവൻ ആ നിയമത്തിൻ്റെ വഴിയിൽ പാതി വഴിയിൽ വെച്ച് ഒരാൾ ജീവൻ പോയി. അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും ചികിത്സ നിഷേധിച്ചിരുന്നു എന്നാണ് ഞാൻ ആദ്യം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ആഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ട പലവിധ കാര്യങ്ങളിൽ സോളിഡാരിറ്റി നേതാക്കളുടെ കൂടെ പല രീതിയിൽ ആ മരണവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2 ആഴ്ച സോളിഡാരിറ്റിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടെ ഉണ്ടായ ആളെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം യഥാർത്ഥത്തിൽ വലിയ അർത്ഥത്തിലുള്ള ജയിലധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് കഴിഞ്ഞ 6 വർഷക്കാലമായി അദ്ദേഹം ജയിലറകൾക്കുള്ളിൽ അവിടുത്തെ ജയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ് കഴിഞ്ഞ 6 വർഷക്കാലം. അങ്ങനെ അദ്ദേഹത്തിന് വ്യത്യസ്തങ്ങളായ ആരോഗ്യ പ്രയാസങ്ങൾ വന്നപ്പോൾ ഒരു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു. അവിടെയുള്ള 2 ഹോസ്പിറ്റലുകളിൽ ഏതെങ്കിലും ഒന്നിൽ, ബോർവെൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വിക്ടോറിയ ഹോസ്പിറ്റലിലോ വിദഗ്ധമായ ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കോടതിയെ സമീപിച്ചത്. പക്ഷെ കോടതി മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ അസുഖത്തിൻ്റെ തീവ്രത ബോധ്യപ്പെട്ടു.
കോടതി അതിൻ്റെ ഓർഡറിൽ ഈ 2 ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ജയിൽ ഹോസ്പിറ്റലിലോ കാര്യമായ ചികിത്സ നൽകണമെന്ന് പറഞ്ഞു. പക്ഷെ ജയിൽ അധികൃതർ അതിലെ പുറത്ത് കൊണ്ടുപോകണം എന്ന ആവശ്യത്തെ ഒരു നിലക്കും പരിഗണിക്കാതെ അതിന് മാത്രമുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന വിധി എഴുതി ജയിലകത്ത് തന്നെ അവിടെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ കോടതിയെ സമീപിച്ചത്. പക്ഷെ ആ സ്വഭാവത്തിൽ തന്നെയാണ് പിന്നീട് ചികിത്സ നടന്നത്. ആ ചികിത്സ ഒട്ടും മതിയായതായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രയാസങ്ങൾ മൂർച്ഛിച്ചതും പിന്നീട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതും. തൊട്ടു തലേന്നത്തെ ദിവസത്തെ അനുഭവങ്ങൾ സഹതടവുകാർ പറയുന്നുണ്ട്. തൊട്ടു തലേന്ന് ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വളരെ അനാസ്ഥയാണ് ജയിലധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്, അതുകൊണ്ട് അതിലൊന്ന് ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് സൂപ്രണ്ടൻ്റ് ഓഫ് ജയിലിനെ സഹതടവുകാർ ഒരു ലെറ്റർ എഴുതി ഇടപെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ അത് സ്വീകരിച്ച് തന്നെ ഇല്ല. അത് സ്വീകരിക്കാതെ വന്നപ്പോൾ മറ്റൊരു കേസിൽ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ കോൺഫറൻസ് റൂമിലേക്ക് പ്രതികൾ പോയിട്ട്, സഹതടവുകാർ പോയിട്ട് ഇവരോട് കോടതിയോട് അത് സമീപിക്കുന്നുണ്ട്. കോടതിയും ഒരു നിർദ്ദേശത്തിന് കവിഞ്ഞ് മറ്റൊരു ഇതും പറഞ്ഞില്ല. ആ ഒരു തൊട്ടു തലേന്നത്തെ ദിവസത്തെ ഒരു ആവശ്യത്തെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കോടതിക്കും കഴിഞ്ഞില്ല, ജയിലധികൃതരും ചെയ്തില്ല. അതിൻ്റെ റിസൾട്ട് കൂടിയാണ് പിറ്റേന്ന് വലിയ പ്രയാസം മൂർച്ഛിച്ച്, അസുഖം മൂർച്ഛിച്ച് അദ്ദേഹം ജീവൻ വെടിയേണ്ടി വരുന്നത്. ഇങ്ങനെ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഞാനത് മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന സ്വപ്നമാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ മനസ്സിന് തോന്നുന്ന ഒരു കാര്യമാണ്. എന്നിൽ ആരോപിക്കപ്പെട്ട കുറ്റം അത് വെറും ആരോപണം മാത്രവും കെട്ടിച്ചമച്ചതാണ്, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പറയണം, അത് തെളിയിക്കപ്പെടണമെന്ന് അടങ്ങാത്ത ഒരു അഭിനിവേശമായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ കഴിയാതെ ആ പോരാട്ട വഴിയിൽ, പാതി വഴിയിൽ വെച്ച് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറയാണ്. ഇതിനുശേഷം FIR രജിസ്റ്റർ ചെയ്യാൻ പല ശ്രമങ്ങളും നമ്മൾ നടത്തി. നിലവിൽ അതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഒരു സുവമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു റിട്ട് കർണാടക ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിട്ട് നമ്മൾ ഇതാക്കുന്നുണ്ട്. തീർച്ചയായും അബ്ദുൽ ഖാദർ സാഹിബിന് നീതി ലഭിക്കുന്ന, അതോടൊപ്പം തന്നെ ജയിലറകളിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ തന്നെ മറ്റൊരാൾ കൂടി ഇതേപോലെ ചികിത്സ നിഷേധിക്കപ്പെട്ടു മരിച്ചു എന്നാണ് അവിടുന്ന് സഹതടവുകാരുടെ അറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, നിയമ പോരാട്ടങ്ങൾ നിർവഹിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും അതിന് നേതൃത്വം നൽകുന്നുണ്ട്. അത് പ്രത്യേകമായി അത് സോളിഡാരിറ്റി അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വിചാരണ കാലയളവിൽ പ്രധാനമായും ഇതിൻ്റെ ഒരു മെല്ലെപ്പോക്കായിരുന്നു ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം നമുക്കറിയാം 2008 നടന്ന് 2010 സെഷൻസ് കേസായിട്ട് മാറിയ ഒരു കേസാണിത്. നീണ്ട 17 വർഷങ്ങൾ ഇതിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി നീക്കിവെക്കുകയാണ്. അതിനുള്ള ധാരാളം സാക്ഷികൾ, ധാരാളം ഹാജറുകൾ, ഇങ്ങനെ അതിനെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ആണ് പ്രോസിക്യൂഷൻ ഈ കേസിനെ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലെങ്തി പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഇതിൽ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ പല ഘട്ടങ്ങളിൽ ഈ അക്യൂസ്ഡ് പേഴ്സൺസിനോട് വ്യത്യസ്ത സ്വഭാവത്തിൽ ജയിലധികൃതരും
മറ്റ് ഏജൻസികളൊക്കെ നിരന്തരമായി അവരെ സമീപിക്കുന്നുണ്ട്. നിങ്ങൾ കുറ്റം പ്ലീഡിങ് ഗിൽറ്റി ചെയ്താൽ നിങ്ങൾക്ക് ആകെ 5 വർഷം 10 വർഷമൊക്കെയാണ്, നിങ്ങൾ ഓൾറെഡി സെറ്റ് ഓഫ് ആയി പോകും എന്നൊക്കെ നിരന്തരമായി അവരോട് പറയുന്നുണ്ട്. പക്ഷെ അവരതിനൊന്നും നിൽക്കാതെ അവർ അതിൽ നിന്നൊക്കെ ഇല്ല, ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം. ഞാൻ പല ഘട്ടങ്ങളിലായി അഡ്വക്കേറ്റ് ഇൻ്റർവ്യൂവിന് ജയിലിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്, കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോഴൊക്കെ അവരുടെ ഒരു നിരപരാധിത്വം തെളിയിക്കുക എന്നതിന് ഫോക്കസ് കൊടുത്തുകൊണ്ടല്ല. ഈ എഴഞ്ഞു പോകുന്നതിനെതിരെ നമ്മൾ സുപ്രീം കോടതിയെ കുറേ മുമ്പൊക്കെ പല ഘട്ടങ്ങളിൽ ഇതാക്കിയിട്ടുണ്ട്. റീസെൻ്റായി 2025 ജൂണിൽ സുപ്രീം കോടതി നമുക്ക് 27-ാം തീയതി, ജൂൺ 27-ാം തീയതി, ഇത് അതിൻ്റെ ഒരു ഓർഡർ കോപ്പിയാണ്. ജൂൺ 27-ാം തീയതി കർണാടക ഹൈക്കോടതി സ്പീഡി ട്രയൽ 3 മാസത്തിനുള്ളിൽ കേസ് തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ടായി. പക്ഷേ ഈ ഓർഡറിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷൻ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയാണ് പിന്നീട് ആ ഓർഡറിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് കർണാടക ഹൈക്കോടതി പറഞ്ഞു ആസ് സൂൺ ആസ് ഏർലിയസ്റ്റ് ഈ കേസ് ഡിസ്പോസ് ചെയ്യണം എന്നൊരു ഓർഡർ മോഡിഫൈ ചെയ്തുകൊണ്ട് ഇറക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടായി. സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീം കോടതി അതിൽ 2025 സെപ്റ്റംബർ 22-ന് 4 മാസം കൊണ്ട് ട്രയൽ കോർട്ട് ടു ഹിയർ ആൻഡ് ഡിസ്പോസ് ദ ട്രയൽ പെൻഡിങ് ട്രയൽ വിത്തിൻ 4 months ഫ്രം ടുഡേ. 2025 സെപ്റ്റംബർ 22 മുതൽ 4 മാസത്തിനുള്ളിൽ ഈ കേസ് കേൾക്കണമെന്നും അത് ഡിസ്പോസ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഇറക്കുണ്ടായി. അത് വരുന്നത് സെപ്റ്റംബറിലാണ്. അതിനുശേഷം സ്ഥിരമായി കേസ് പോസ്റ്റിങ്ങൾ ഉണ്ടായിരുന്നു. നീണ്ട ജൂലൈ 16-ന് തുടങ്ങിയ ഫൈനൽ ആർഗ്യുമെൻറ്റ് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന്, അതിനുശേഷം ഡിഫൻസിൻ്റെ ഭാഗത്തുനിന്ന്, ഡിഫൻസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പ്രോസിക്യൂഷൻ അതിൻ്റെ റിപ്ലൈ, അതിനുശേഷം ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനും കഴിഞ്ഞ് ഏകദേശം ഒരു ഫെബ്രുവരി 2-ാം വാരത്തോടു കൂടി ഇതിൻ്റെ ഫൈനൽ ആർഗ്യുമെൻറ്റ് കഴിഞ്ഞ് ഇതിനെ അടുത്തൊരു സ്റ്റെപ്പിന് ജഡ്ജ്മെൻ്റാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു, പെട്ടെന്ന് ജഡ്ജ്മെൻറ്റ് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ട്രയൽ കോർട്ട് ജഡ്ജ് ഹൈക്കോടതി രജിസ്ട്രാർ വഴി സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്, അതിന് 1.5 വർഷത്തെ സമയം ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ സുപ്രീം കോടതി വളരെ വ്യക്തമായി അങ്ങനെ 1.5 വർഷം തരാൻ കഴിയില്ല എന്നും, ഇത് കഴിഞ്ഞ 17 വർഷമായിട്ടുള്ളതാണ് എന്നും, ഇതിൻ്റെ ഒരു ഹിയറിംഗ് പൂർത്തിയായി ഫൈനൽ ആർഗ്യുമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത സമയത്താണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ 1.5 വർഷമൊന്നും നീട്ടിത്തരാൻ കഴിയില്ല എന്നും 4 മാസത്തിനുള്ളിൽ ജഡ്ജ്മെൻറ്റ് കൊടുക്കണമെന്നും, അങ്ങനെ ആ ജഡ്ജ്മെൻറ്റ് പ്രകാരം ആ ഓർഡർ പ്രകാരം 4 മാസത്തിനുള്ളിൽ ജഡ്ജ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് ജാമ്യം പരിഗണിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. If the same is not disposed of within the set period as directed by us, liberty is given to the petitioner to file an application for bail, in which case the same shall be considered on its own merits without reference to any earlier orders എന്ന് കൃത്യമായി സുപ്രീം കോടതി പറയുന്നു. അത് വരുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഡേറ്റ് 9/3/2026-നാണ്. 9/3/2026-ന് അതിൻ്റെ 4 മാസം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 9/3-ന് 4 മാസം 9-ാം തീയതിയോട് കഴിയാണ്. അതിൽ ഈ ഓർഡർ നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത് 14-ാം തീയതിയാണ്. ഇതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി കിട്ടിയിട്ട് കോടതിയിൽ ഇത് സബ്മിറ്റ് ചെയ്ത് 9/3/2026-നാണ് ഈ ഇത് വരുന്നത്. ഇവിടെ കാണാം, അതിൻ്റെ ഒരു ഡേറ്റ് കാണാം, 9/3/2026-നാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി നമ്മൾ ട്രയൽ കോടതിയിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം സർട്ടിഫൈഡ് കോപ്പി കിട്ടാനൊക്കെ ഉള്ളൊരു ടൈം പീരീഡ് 14-ാം തീയതി കോടതിയിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം കോടതിയിലെത്തിയതിന് ശേഷമാണ് 4 മാസം എന്നുള്ളത്. അത് ഈ ജൂലൈ 14-ന് തീരാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായും ഇതിലെ ഇതിലെ വിചാരണ തടവുകാർ വലിയ അർത്ഥത്തിൽ അവർ ഒരു പ്രതീക്ഷയിലായിരുന്നു. കാരണം നമുക്ക് ആർഗ്യുമെൻറ്റിൻ്റെ ഓരോ ഘട്ടത്തിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസിനെ കൃത്യമായി കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് വിചാരണ തടവുകാരും അവരുടെ
ഡിഫൻസ് ലോയേഴ്സും ഡിഫൻസ് കൗൺസിൽസും വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും. ജൂലൈ 14 മുമ്പ് ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല എങ്കിൽ. അവിടെ വേറൊരു എന്ന് വെച്ചാൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോസ്റ്റിംഗ് വന്നിട്ടില്ല കോടതിയിൽ നിന്ന്. അത് അതിൻ്റെ കൂടെ വായിക്കേണ്ടതാണ്. ഫെബ്രുവരി 2ാം വാരം ഫൈനൽ ആർഗ്യുമെൻറ്റ് കഴിഞ്ഞെങ്കിലും പിന്നെ ഫർദർ ഹിയറിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റിംഗ് നടന്നത്. അതോടൊപ്പം തന്നെ ക്ലാരിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അതിലേക്കുള്ള ആ പ്രൊസീജിയറിലേക്ക് കടന്നിട്ടില്ല. അതിനിടയിലൊക്കെയുള്ള പോസ്റ്റിങ്ങൾ കുറച്ച് ബെയിലും ഇൻ്ററിം ബെയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറാണ് കഴിഞ്ഞത്. അപ്പോൾ ഈ ജൂലൈ 14 സുപ്രീം കോടതി ഓർഡർ പ്രകാരം ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല എങ്കിൽ ജാമ്യം കിട്ടും എന്നൊരു സാഹചര്യത്തിൽ, ആ ഒരു സന്തോഷത്തിൽ പ്രതീക്ഷയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് 25/6/2026 ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം അതിൽ കൃത്യമായിട്ട് പറയുന്നു, നമ്മുടെ അടക്കമുള്ള കേസുകൾ, ആ കേസുകളുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച കേസസ്, നിലവിൽ NIA കോടതിയിൽ, അതായത് CCH 50 വർക്ക് ചെയ്യുന്ന 49th അഡീഷണൽ സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോർട്ടിൻ്റെ ജഡ്ജിൻ്റെ മുമ്പാകെ, ഓണറബിൾ ജഡ്ജിൻ്റെ മുമ്പാകെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേസടക്കമുള്ള സ്റ്റേറ്റ് പോലീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻവെസ്റ്റ് ചെയ്ത കേസസിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പുതിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പുതിയൊരു കോടതി, 93rd അഡീഷണൽ സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു എന്നൊരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് 2 ആഴ്ചകളായിട്ട് ഇങ്ങനെ ഒരു 94 എന്ന് പറയുന്ന ഒരു കോടതി ഉണ്ടായതും ചില കേസസ് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു. പക്ഷേ ആർഗ്യുമെൻ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇനി ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ കടമ്പ മാത്രമുള്ള ഒരു കേസിൽ തീർച്ചയായും അത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടൂല എന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഞാനടക്കമുള്ള അഡ്വക്കേറ്റ്സിനും വിചാരണ തടവുകാർക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ട്രാൻസ്ഫർ ചെയ്തൊരു വാർത്തയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ വരുന്നത്. ആ വാർത്ത വേറെ എന്താ പറയുക, ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അത് പിന്നെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. സുപ്രീം കോടതിയെ വരും ദിവസങ്ങളിൽ തന്നെ അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാൻ തീരുമാനിക്കുകയും സുപ്രീം കോടതിയിൽ നമ്മൾ ശ്രമിച്ചു. പിന്നെ ഇത്തരം നമ്മൾ മുമ്പും സോളിഡാരിറ്റി സുപ്രീം കോടതിയിൽ പോയപ്പോൾ അവിടെ അഡ്വക്കേറ്റ് അലക്സ് എബ്രഹാം സാറാണ് നമ്മൾ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കുകയും അത് കോർഡിനേഷൻ നടക്കുന്നുമുണ്ട്. സുപ്രീം കോടതിയിൽ നമ്മൾ തീർച്ചയായും പോകും. കാരണം ഇതിൽ വലിയൊരു അനീതി ഈ വിചാരണ തടവുകാരോട് ഇതിലുണ്ടായിട്ടുണ്ട്. കാരണം നീണ്ട 6-7 മാസം എടുത്ത് ഫൈനൽ ആർഗ്യുമെൻ്റ് കഴിഞ്ഞ ഒരു കേസിൽ വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലും ആ കേസ് മാറ്റുക, ഫൈനൽ ആർഗ്യുമെൻ്റ് ഒന്നേന്ന് ആരംഭിക്കുന്ന ഒരു സാഹചര്യം വരിക എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ പിന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും അത് വ്യക്തിപരമായി എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ജൂൺ 2 ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നടന്നത്. ജൂൺ 2 കുറച്ച് മുമ്പ് തന്നെ പിന്നെ ബിയുമ്മ സക്കരിയ, നമ്മുടെ പരപ്പനങ്ങാടി സ്വദേശി സക്കരിയയുടെ ഉമ്മ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് വലിയ ആരോഗ്യ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സദിഖ് സാഹിബിൻ്റെയും തോഫിക് സാഹിബിൻ്റെയും ഇസ്മായിൽ സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ ബിയുമ്മാനെ 1-2 തവണ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പോയി കണ്ടിരുന്നു. അവരൊക്കെയും സോളിഡാരിറ്റി നേതൃത്വത്തോട്, ബിയുമാക്കൊക്കെ സോളിഡാരിറ്റി, സദിഖ് സാഹിബ് സോളിഡാരിറ്റി നേതൃത്വം എന്നൊക്കെ പറയുന്നത് അവർക്ക് അത്രമേൽ കണക്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അവരെപ്പോഴും സോളിഡാരിറ്റി നേതാക്കൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് പിന്നെ മാസങ്ങളായി, 1 വർഷം 1.5 വർഷമായിട്ട് സോളിഡാരിറ്റി നേതാക്കളുടെ കൂടെ, സദിഖ് സാഹിബിൻ്റെ നൗഷാദ് സാഹിബിൻ്റെ ഒക്കെ കൂടെ ബിയുമാനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഒറ്റ ഇതേ ഉള്ളൂ, എൻ്റെ മോൻ എന്ന് ഇറങ്ങും. അതാണ് ഉമ്മയുടെ ഒരു ചോദ്യം. ആ ചോദ്യം കേൾക്കുമ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സാകെ ഒന്ന് ഒരു സ്റ്റക്കാവും. എപ്പോഴും ഇറങ്ങും. ആ ഉമ്മയോടൊക്കെ നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് ഇറങ്ങും, വാദം കഴിഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്.
അപ്പോൾ അതിനിടയിൽ ഉമ്മാക്ക് വലിയ ആരോഗ്യ പ്രയാസങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിചാരണ കോടതിയെ വീണ്ടും സമീപിച്ചിരുന്ന ഒരു 14 ദിവസത്തേക്ക് ഒരു ഇൻ്ററിം ബെയിൽ, ഒരു ഇടക്കാല ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കാരണം വലിയ ആരോഗ്യ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം കേവലം 19 വയസ്സുള്ളപ്പോഴാണ് തൻ്റെ മകനെ പിന്നെ ബാംഗ്ലൂർ പോലീസ് പിടിച്ചുകൊണ്ട് വന്നത്. ആ 19 വയസ്സിൽ പിടിച്ചുകൊണ്ട് പോയി നീണ്ട 17 വർഷ കാലയളവിൽ ജയിലിലാണ്. അദ്ദേഹത്തിന് കാണാനോ സാന്ത്വനിപ്പിക്കാനോ പരസ്പരം സാന്ത്വനിപ്പിക്കാൻ അവർക്ക് പരസ്പരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വല്ലാത്തൊരു ആഗ്രഹം, ആ ഉമ്മക്ക് അങ്ങനെ മകനെ കാണണമെന്ന വല്ലാത്തൊരു ആഗ്രഹം നമ്മൾ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അതിനൊരു ശ്രമം എന്നുള്ള അർത്ഥത്തിലാണ് സോളിഡാരിറ്റിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വിചാരണ കോടതിയെ സമീപിച്ചത്. പക്ഷേ നമുക്ക് അവിടുന്ന് അത് തള്ളിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. വിചാരണ കോടതി ആ ഇടക്കാല ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ 30-ാം തീയതി ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ജാമ്യാപേക്ഷ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ 30-ാം തീയതി അതിൻ്റെ ഓർഡർ പറയാൻ നിൽക്കവേ കൂടിയാണ് യഥാർത്ഥത്തിൽ കോടതി മാറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നു, വിധിയൊക്കെ പിന്നെയാണ്. ഓക്കെ, ഈ വിചാരണ തന്നെ വലിയൊരു ശിക്ഷയായി മാറിയ ഒരു ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ വിചാരണ കഴിഞ്ഞ് മറ്റേത് അതുവരെ കുറ്റാരോപിതർ മാത്രമാണ്. അതിൽ വിചാരണ കഴിഞ്ഞ് അതിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാത്രമാണ് ശിക്ഷ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് അവർ കിടക്കുക. പക്ഷേ ഈ വിചാരണ തടവുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിചാരണ തന്നെ നീണ്ട 17 വർഷങ്ങൾ. ഇതുകൊണ്ട് സംഭവിക്കുന്ന വേറൊരു കാര്യം, അതൊക്കെ തന്നെയും ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരമായിരിക്കും. ഒരു തെറ്റും ചെയ്യാത്ത ധാരാളം ആളുകൾ, പല കേസുകളിലും ഇവർക്ക് ശേഷം പിടിക്കപ്പെട്ട ധാരാളം ചെറുപ്പക്കാർ, അവർ ജയിലറകൾക്ക് വിചാരണ തടവുകാരായി 17ഉം 19ഉം, ഇത് ബാംഗ്ലൂർ കേസ് മാത്രമല്ല, മുംബൈ ബോംബ് ബ്ലാസ്റ്റ് കേസിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കേസുകളിൽ നീണ്ട 19ഉം 20ഉം ഒക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ അവർ കുറ്റവിമോചിതരായി പുറത്തേക്ക് വരേണ്ടി വരുന്നത്. നമ്മളെ കണ്ണു നിറയിച്ച ഒരു സംഭവം നമ്മൾ കണ്ടല്ലോ. മുംബൈ ബോംബ് ബ്ലാസ്റ്റ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട് നീണ്ട 19 വർഷക്കാലം ജയിലറകളിൽ കഴിഞ്ഞ് അദ്ദേഹം കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ച് പോകുമ്പോൾ ട്രയൽ കോടതി ശിക്ഷ വിധിച്ച് ഹൈക്കോടതിയിൽ അപ്പീലായിട്ട് പോകുമ്പോൾ അദ്ദേഹം അക്വിറ്റലാണ് എന്ന് വന്നിട്ട് ആ അക്വിറ്റലിൻ്റെ ജഡ്ജ്മെൻറ്റും കൊണ്ട് ആ കേസിലെ തന്നെ മറ്റൊരു പ്രതി, നമ്മുടെ സുഹൃത്ത് അബ്ദുൽ വാഹിദ് ഷെയ്ഖ്, ആ ജഡ്ജ്മെൻറ്റ് കുടുംബത്തോടൊപ്പം പോയി ആ ഖബർ സന്ദർശിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ആ ഖബറിൻ്റെ മുന്നിൽ ആ ജഡ്ജ്മെൻറ്റോടുകൂടി പോവാണ്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ കുറ്റവിമോചിതരായി. നീണ്ട 17 വർഷം, ആ 17 വർഷത്തിനകത്ത് ജയിലിൽ വെച്ച് തന്നെ ഈ ലോകം വിട്ടുപറഞ്ഞ് പോകേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ ഖബറിലേക്ക് വായ്ഷേഖും കുടുംബവും അദ്ദേഹത്തിൻ്റെ കുടുംബവും പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം വിചാരണ തന്നെ ഒരു ശിക്ഷയായി മാറിയ വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അത് ഇനിയും അനന്തമായി നീളാൻ സാധ്യതയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഈ കേസിൻ്റെ ട്രാൻസ്ഫറിലൂടെ സംഭവിക്കുന്നത്. ഇനി ഫൈനൽ ഹിയറിങ് ഷെഡ്യൂൾ ചെയ്യണം. ഫൈനൽ ഹിയറിങ് പ്രോസിക്യൂഷൻ ആർഗ്യുമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം, ഡിഫൻസ് ആർഗ്യുമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം, ദെൻ റിപ്ലൈ ഫ്രം പ്രോസിക്യൂഷൻ, ദെൻ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ദെൻ ഓണറബിൾ ജഡ്ജിൻ്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ. ഇതിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും മാസങ്ങളും ഒരുപക്ഷെ വർഷങ്ങളും എടുക്കാൻ പോകുന്ന ഒരു പ്രൊസീജിയറിലേക്കാണ്, അനന്തമായി നീണ്ടേക്കാവുന്ന 17 വർഷം പോലെ അത് 18ഉം 19ഉം ഒക്കെ അനന്തമായി നീളാൻ പോകുന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥ വന്നത്. ഇതിനെ നിയമപരമായി തീർച്ചയായും നിയമപരമായി നമ്മൾ പോരാടും. അത് നമ്മളുടെ ഒരു തീരുമാനമാണ്. അത് സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കും. അവിടെ ആ നിയമ പോരാട്ടത്തിനൊടുവിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
പ്രാർത്ഥനകളാണ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സാമൂഹികവും രാഷ്ട്രീയവും നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഈ വിചാരണ തടവുകാർക്ക് വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നത് അനിവാര്യമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ.